കൂട്ടുകാരെ, സലിജാസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ റെഡിയാക്കുന്നത് ഒരു മീൻകറിയാണ്. അതിനായി 3/4 കിലോ മീൻ കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളായി വെച്ചിട്ടുണ്ട്. ഇത് വറ്റമീനാണ്. ഇനി അതിലേക്ക് ചതച്ച് ചേർക്കാനായി ഒരു വലിയ കഷ്ണം ഇഞ്ചി ഞുറുക്കിയത്, 10-12 അല്ലി വെളുത്തുള്ളി, 7-8 പച്ചമുളക്, 10-20 ചുവന്നുള്ളി. ഇത്രയും ഐറ്റങ്ങൾ ഒന്ന് നമുക്ക് നന്നായിട്ട് ചതച്ചെടുത്തിട്ട് വരാം. ഇനി നമുക്ക് ഈ മീനിനുള്ള അരപ്പ് റെഡിയാക്കണം. അതിനായി 1.25 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉലുവ പൊടിച്ചത്. ഇത്രയും ചേരുവകൾ ഒന്ന് വെള്ളം ചേർത്തൊന്ന് കലക്കിയെടുക്കണം. ഇനി ഒരു മൺചട്ടി അടുപ്പിൽ വെച്ച് ചൂടാവുമ്പോൾ അതിനകത്തേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മതിയാവും. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉലുവയും ചേർത്ത് പൊട്ടിക്കണം. കടുകും ഉലുവയും പൊട്ടിത്തുടങ്ങുമ്പോൾ ചതച്ച് വെച്ചിരിക്കുന്ന ചേരുവ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു മീഡിയം തീയിലിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരു 2 കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും പച്ചമണം നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ചെറിയ പുളി ആയതുകൊണ്ട് 7-8 കഷ്ണം എടുത്തിട്ടുണ്ട്. ഇനി ഇതും കൂടെ ചേർത്ത് നന്നായിട്ട് എണ്ണ തെളിയുന്നിടം വരെ വഴറ്റിയെടുക്കണം. ഇതിപ്പം നന്നായിട്ട് വഴന്ന് എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് തിളപ്പിക്കണം. അപ്പോൾ ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം.
ഇനി ചട്ടി എടുത്തൊന്ന് ചുറ്റിച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം. ഇനി ഇത് അടച്ചു വെക്കാം. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. മീൻകറി ഇവിടെ പാകത്തിന് വെന്ത് റെഡിയായി. ഇനി ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ആ കൂടെ തന്നെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അടച്ചു വെച്ചിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി വേണമെങ്കിൽ ഒരല്പം ഉലുവാപ്പൊടിയും കൂടി തൂകി കൊടുക്കാവുന്നതാണ്. താല്പര്യമുള്ളവർക്ക് മാത്രം കൊടുത്താൽ മതി. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത ദിവസം പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും താങ്ക് യു.